ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു UX Mania. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻകം എന്ന് പറയുമ്പോൾ ഓർക്കുക, നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിക്കുന്ന കൃത്യമായ ആ ഒരു സാലറി നമ്മളൊരു ഫിക്സഡ് ഇൻകം എന്നാണ് പറയുന്നത്. മറിച്ച് ഇതിനോടൊപ്പം എക്സ്ട്രാ ലഭിക്കുന്ന ഒരു ഇൻകം, അതായത് നമുക്ക് നമ്മുടെ ജോലിയോടൊപ്പം തന്നെ എക്സ്ട്രാ നമ്മൾ കൂടുതലായിട്ട് എഫേർട്ട് കൊടുക്കാതെ പാസീവായിട്ട് ഒരു ഇൻകം വരുത്തിക്കൊണ്ടിരിക്കുക, അതാണ് പാസീവ് ഇൻകം. അപ്പോൾ ഒരിക്കലും ഈ ഒരു ഇൻകം ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറേ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് നമ്മൾ ഫൈവറിലോ അല്ലെങ്കിൽ അപ്വർക്സിലോ ഒക്കെ തന്നെ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി ഒരുപാട് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് ഒരുപാട് വർക്കുകൾ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഇൻകം അല്ല പാസീവ് ഇൻകം. അത്തരത്തിലുള്ള ഒരു ഇൻകം സ്റ്റൈലായിട്ട് ഇതിനെ കണക്കാക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജോലി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ സ്ഥാപനങ്ങളുടെ ജോലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനോടൊപ്പം എക്സ്ട്രാ ഒരു അധിക വരുമാനം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് മെത്തേഡുകളും കുറച്ച് വെബ്സൈറ്റുകളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പരിചയപ്പെടുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഗംറോഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അതൊരു ഇൻ്റർനാഷണൽ മാർക്കറ്റാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിസൈനേഴ്സ് എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഗംറോഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവർക്കും ഇതിൽ വന്ന് നിങ്ങൾക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഡിസൈൻസുകളും മറ്റുമൊക്കെ തന്നെ സെല്ല് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഗ്രാഫിക് ഡിസൈനിങ് വർക്കുകളാവാം, UI ഡിസൈനേഴ്സ് ആണെങ്കിൽ അത്തരത്തിലുള്ള വർക്ക്സുകളാവാം. അങ്ങനെ എന്തൊക്കെ വർക്ക്സുകളാണെങ്കിലും തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയ വർക്ക് ഫയലിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റുകളെ നിങ്ങൾക്ക് ഈ ഗംറോഡിൽ വന്ന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് സെല്ല് ചെയ്യാം. അപ്പോൾ അതിനാവശ്യമായിട്ട് നിങ്ങൾക്കൊരു പേപ്പാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ഇതിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ പ്രോജക്ട്സുകൾ, നിങ്ങളുടെ വർക്കുകൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പരസ്പരം അറിയാവുന്ന നെറ്റ്വർക്കിലേക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോജക്റ്റുകൾ, നിങ്ങളുടെ വർക്കുകളൊക്കെ തന്നെ വിൽക്കാൻ സഹായിക്കുന്ന ഒരു മാർക്കറ്റ്. അപ്പോൾ ഈ ഗംറോഡ് തന്നെ നമ്മൾ ആദ്യം എടുത്ത് പറയാൻ കാരണം, ഗംറോഡ് എന്ന് പറയുന്നത് അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ലോകത്തിലെ ഒരു വൻകിട ഡിസൈനേഴ്സിൻ്റെ ഒരു മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഉള്ള മറ്റൊരു മാർക്കറ്റാണ് നമ്മുടെ പേഹിപ്പ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. പേഹിപ്പിൻ്റെയും സെയിം ബിസിനസ് തന്നെയാണ്, ഇത്തരത്തിലുള്ള ഈ ഗംറോഡിൻ്റെ അതേ ഒരു പ്രോസസ്സ് തന്നെയാണ്. ഇതിനകത്ത് കുറച്ചും കൂടി ഗംറോഡിൻ്റെ അത്രത്തോളം പോപ്പുലർ അല്ല എങ്കിലും അതിനോടൊപ്പം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. എങ്കിലും ഈ രണ്ട് വെബ്സൈറ്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലും ഗംറോഡാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൂടുതലായിട്ട് ടോപ്പായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ പ്രോജക്ട്സുകളായിട്ടുള്ള നല്ല ഡിസൈൻ ഫയലുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡിജിറ്റലായിട്ട് സെല്ല് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെ ആ പ്രോഡക്റ്റ് ചിലപ്പോൾ സെല്ലാവാനും അതിൻ്റെ ഒരു ഇൻകം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാനും സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിനെ കുറിച്ച് ആദ്യം പഠിക്കുക. ഈ മാർക്കറ്റിലേക്ക് നിങ്ങൾ കുറച്ച് പ്രോഡക്ട്സുകൾ നിങ്ങൾ ഇതിനു വേണ്ടി പ്രത്യേകം ഉണ്ടാക്കുക, ആ ഒരു ഡിസൈൻസുകളും മറ്റുമൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഇപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടുന്ന ഡിസൈൻസുകൾ നിങ്ങൾ ഫുൾ ടൈം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതാകരുത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾ ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു 1 അവർ മാത്രമേ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാവൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം മാത്രം ഇതിന് സ്പെൻഡ് ചെയ്തുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഡിസൈൻ പ്രോജക്റ്റ് ഇതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യുക. വളരെ കുറച്ച് സമയം മാറ്റിവെച്ചുകൊണ്ട് അത് അപ്പോൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ആ ഒരു പ്രോജക്റ്റ് നിങ്ങൾ കംപ്ലീറ്റഡ് ആയിട്ട് പ്രത്യേകം അതിനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ ഒരു ഡിസൈൻ മാത്രം നിങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ കൊണ്ട് സെല്ല് ചെയ്യുന്നു. അല്ലാതെ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീലാൻസ് സൈറ്റുകളിലെ പോലെ ഇതിൽ ഫുൾ ടൈം ഡെഡിക്കേറ്റീവ് ആയിട്ട് ഇരിക്കരുത്. ഫുൾ ടൈം നമ്മൾ ഡെഡിക്കേറ്റീവ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിതിനൊരു പാസീവ് ഇൻകമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. നമ്മുടെ ഒരുപാട് കോൺസെൻട്രേഷൻ നിങ്ങളുടെ ഇപ്പോൾ നിൽക്കുന്ന ജോലിയോടൊപ്പം കൂടുതൽ കോൺസെൻട്രേഷൻ ഇതിലേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരികയും ഇത് അവസാനം പെട്ടെന്ന് സ്റ്റോപ്പായി പോകുന്നതും കാണാം. അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, ഒരു ദിവസം വളരെ കുറച്ച് സമയം നിങ്ങൾ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ഒരാഴ്ചയോ 2 ആഴ്ചയോ എടുത്തുകൊണ്ട് ഒരു നല്ല പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ പ്രോജക്റ്റ് ഇതിലേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അത് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെയും അവരവരുടെ മാർക്കറ്റ് പോലെയും അവരവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതും ഏറ്റവും കൂടുതൽ ടാലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിലൂടെ സെല്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞ 2 വെബ്സൈറ്റുകളും ഡിസൈനേഴ്സിന് വളരെ പ്രധാനപ്പെട്ട 2 മാർക്കറ്റ് പ്ലേസുകളാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു മെത്തേഡാണ്, എങ്കിലും അതിനെ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്
നമ്മുടെ ഡിസൈൻ വർക്കുകൾ നമുക്ക് മറ്റുള്ള ഇതര വെബ്സൈറ്റുകളിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗംറോഡിൻ്റെയും പേഹിപ്പിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരിൽ നമ്മുടെ സ്വന്തം മാർക്കറ്റാണ് എന്നുള്ളത് ഓർക്കുക. അത് നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നു, നമ്മൾ തന്നെ അതിനെ മാർക്കറ്റും ചെയ്യുന്നു, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. മറിച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിലേക്ക് നമ്മൾ അത് ചെയ്യുമ്പോൾ, അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത്തരം പ്രോജക്റ്റുകൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വലിയ പ്ലാറ്റ്ഫോം കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഷട്ടർ സ്റ്റോക്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സുകൾ ഇടുന്നു. അപ്പോൾ അതുപോലെയൊക്കെയുള്ള വലിയ ഫേമസ് സൈറ്റുകളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡിസൈൻസുകളോ ഫോട്ടോഗ്രാഫ്സുകളൊക്കെ തന്നെ പ്ലേ ചെയ്യുമ്പോൾ അതിനുവേണ്ടി അവർ തന്നെ സെൽഫായിട്ട് കുറച്ച് പ്രൊമോഷൻസുകളും മറ്റും തരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് നമ്മുടെ സ്വന്തം മാർക്കറ്റാണ്. അപ്പോൾ നമ്മളായിരിക്കും ഇതിനെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് അത്തരത്തിലുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരാം. അതായത് ഷട്ടർ സ്റ്റോക്കിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സുകളും മറ്റുമൊക്കെ ഇടാനുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഡിസൈനേഴ്സിന് സ്കോപ്പ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഗൂഗിൾ ട്രെൻഡ്സ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ഗൂഗിൾ ട്രെൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ട്രെൻഡായിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഗൂഗിളിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കുകളെ കുറിച്ച് ഇവിടെ സെർച്ച് ചെയ്യുക. ഇപ്പോൾ വളരെ ടോപ്പിക്കായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഇൻ കേസ് ഞാനിവിടെ കോവിഡ് എന്ന് സെർച്ച് ചെയ്യുകയാണ് എന്നിരിക്കട്ടെ. അപ്പോൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് ഇപ്പോൾ എത്രത്തോളം ട്രെൻഡിയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ സെർച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ഗ്രാഫ് കാണിക്കും. ഓരോ മാസവും ഇതിൻ്റെ ഈ ഒരു വളരെ ടോപ്പിൽ നിൽക്കുന്നതും വളരെ താഴേക്ക് വരുന്നതുമായിട്ടൊക്കെ ഉള്ള ഒരു മാർക്കറ്റ് അവിടെ കാണിച്ചിരുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഒരു ടോപ്പിക്, വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ടോപ്പിക് ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ട് ഏറ്റവും ടോപ്പിലേക്ക് വന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇല്ലുസ്ട്രേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. അതിനിവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഷട്ടർ സ്റ്റോക്കിൽ ഇമേജിന് പകരം വെക്ടർ എന്നോ ഇല്ലുസ്ട്രേഷൻസ് എന്നോ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അവൈലബിലിറ്റി മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ പറഞ്ഞ വളരെ ട്രെൻഡി ആയിട്ടുള്ള സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഇല്ലുസ്ട്രേഷൻസ്, അതുപോലെ തന്നെ ഐക്കോൺസുകൾ, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടെങ്കിൽ അത്തരം ഫോട്ടോഗ്രാഫ്സുകൾ, ഇതൊക്കെ തന്നെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കി ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റുകൾ വളരെ പെട്ടെന്ന് ലിസ്റ്റ് ചെയ്യാനുള്ള സ്കോപ്പുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഫേമസ് സൈറ്റുകളിൽ നിങ്ങളുടെ വർക്കുകൾ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് വരാനും ഒരുപാട് സെയിൽ നടക്കാനുമുള്ള സ്കോപ്പുണ്ട്. ഓക്കെ, അതാണ് ഈ ഗൂഗിൾ ട്രെൻഡിനെ കൂടെ കണക്ട് ചെയ്ത് നിങ്ങളത് ചെയ്യണം എന്ന് പറയാൻ പ്രത്യേകം കാരണം. അല്ലാതെ ജസ്റ്റ് കുറച്ച് വർക്കുകൾ ചെയ്ത് വെറുതെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ട്രെൻഡിലേക്ക് വരാനുള്ള സ്കോപ്പില്ല. അത് ചിലപ്പോൾ യാതൊരു കാരണവശാലും സെയിൽ നടക്കാനും ഉള്ള സ്കോപ്പില്ല. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞൊരു മെത്തേഡ് വെച്ചുള്ള ഇല്ലുസ്ട്രേഷൻസുകൾ, വെക്ടറൊക്കെ തന്നെ നിങ്ങൾക്ക് ഷട്ടർ സ്റ്റോക്ക് പോലെ തന്നെ കുറേ സൈറ്റുകളുണ്ട്. അതായത് അഡോബ് സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഐ സ്റ്റോക്കിലോ 123 RFിലോ അലാമിലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ സെയിം പ്രോസസ്സ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഒരു വർക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ ട്രെൻഡിൽ നിന്ന് നിങ്ങളൊരു ടോപ്പിക് എടുത്തൊരു ഐക്കണോ അല്ലെങ്കിൽ ഒരു ഇല്ലുസ്ട്രേഷനോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രത്തോളം വെബ്സൈറ്റുകളിൽ ഈ പറഞ്ഞ സെയിം മെത്തേഡിലൂടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അവൈലബിൾ ആയി കഴിഞ്ഞു. ഇവിടെ എല്ലാം നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കുക, എല്ലായിടും അപ്ലോഡ് ചെയ്ത് അങ്ങ് ഇട്ടേക്കുക. എവിടെയെങ്കിലും സെയിൽ നടക്കുമ്പോൾ നമ്മളറിയാതെ നേരത്തെ പറഞ്ഞ പോലെ പാസീവായിട്ടൊരു ഇൻകം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു, കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു, നമ്മൾ അപ്ലോഡ് ചെയ്തു, പിന്നെ നമ്മൾ അതിലേക്ക് നോക്കുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും സെയിൽ നടക്കുമ്പോൾ അതിലൂടെ പാസീവായിട്ട് നമുക്ക് ഇൻകം ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ അതും വളരെ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ UI ഡിസൈനേഴ്സിനാണെങ്കിൽ ഇപ്പോൾ വളരെ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്ലാബ്സ് ആണ്. അപ്ലാബ്സിനകത്ത് നിങ്ങൾക്ക് വന്നത് ഗ്രാഫിക് ഡിസൈനേഴ്സിനും അതുപോലെ തന്നെ UI ഡിസൈനേഴ്സിനും ഒക്കെ തന്നെ ഒരുപാട് വർക്കുകൾ ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ റൈറ്റ് ടോപ്പിലായിട്ട് അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഇതിലേക്ക് ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് സെയിൽസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് വർക്ക് കാണാൻ സ്കോപ്പുണ്ട്, അത് പർച്ചേസ് ചെയ്യാൻ സ്കോപ്പുണ്ട്. അതിൽ ഏതൊക്കെ ടൈപ്പ് ഫയൽ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇല്ലുസ്ട്രേറ്റർ ഫയലോ XD ഫയലോ ഫിഗ്മ ഫയലോ ആഫ്റ്റർ എഫക്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു മാർക്കറ്റാണ് അപ്ലാബ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരും ഇപ്പോൾ തീം ഫോറസ്റ്റിൽ നിന്ന് ഒരുപാട് ഡിസൈൻസുകൾ കാണുന്നെങ്കിലും തീം ഫോറസ്റ്റിലും ഒരുപാട് ആൾക്കാർ അപ്ലോഡ് ചെയ്യാൻ മടിക്കുന്നുണ്ട്. കാര്യം തീം ഫോറസ്റ്റ് എന്ന മാർക്കറ്റും പല ആൾക്കാരും പ്രത്യേകിച്ചും കേരളത്തിൽ ഡിസൈൻസുകളും മറ്റുമൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അവരുടെ പ്രോജക്റ്റുകൾ സെല്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തീം ഫോറസ്റ്റിനെയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റുകൾ അപ്ലോഡ് ചെയ്ത് സെല്ല് ചെയ്യാനുള്ളൊരു സ്ഥലമായിട്ട് പഠിക്കണം. അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്ട്സുകളെ സെല്ല് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് കൂടി യൂസ് ചെയ്യണമെന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ഓക്കെ, എനിവേ അപ്ലാബ്സ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ
ഡിസൈൻസുകൾ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ള വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വരച്ചുണ്ടാക്കി അതിൻ്റെ പ്രിൻ്റൊക്കെ ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ക്രിയേറ്റീവായിട്ട് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് സ്കോപ്പ് മീഡിയയിലൊക്കെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിൻ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സുകളും നിങ്ങളുടെ ഡിസൈൻസുകളൊക്കെ തന്നെ സെയിൽ ചെയ്യാൻ ലോകത്തിലെ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു റെഡ് ബബിൾ എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഈ റെഡ് ബബിൾ ഇത്തരത്തിലുള്ള നമ്മുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡിങ്ങിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഡിസൈനേഴ്സിന് ഒരുപാട് ഹെൽപ്പാവും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ മസ്റ്റായിട്ടും എക്സ്പ്ലോർ ചെയ്തോളുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണം, ഡിസൈൻസുകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല, മറിച്ച് വിറ്റ സാധനങ്ങളെ നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഡിസൈൻസുകളെ വിറ്റും നമുക്ക് കാശാക്കാം. അതിന് വേണ്ടുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ പറയുകയാണെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു ഏരിയ. ഓക്കെ, അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ എങ്ങനെ ഡിസൈനേഴ്സിന് പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡോബിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അഡോബിൻ്റെ അഫിലിയേറ്റ് എന്ന് പറയുന്നൊരു ലിങ്ക് ഉണ്ട്. ഈ എല്ലാ ലിങ്കുകളും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അഡോബിൻ്റെ പ്രോഡക്ട്സുകൾ നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും തന്നെ ക്രാക്ഡ് ആയിട്ടുള്ള വെർഷൻസുകളൊക്കെയാണ് പലപ്പോഴും പല സോഫ്റ്റ്വെയർസുകൾ ഉപയോഗിക്കുന്നത്. അത് കുറച്ചുകൂടെ പെയ്ഡായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ വളർത്തിയെടുക്കണം. അത് വളരെ പെയ്ഡായിട്ടുള്ള സത്യസന്ധമായ രീതിയിൽ പ്രോഡക്ട്സുകളെ വിൽക്കാനുള്ള ഒരു നല്ല ഒരു പെയ്ഡ് വെർഷൻ നമ്മുടെ അഡോബിൻ്റെ പ്രോഡക്ട്സുകളൊക്കെ വിൽക്കാനുള്ള ടെൻഡൻസി കേരളത്തിൽ ഒരുപാട് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡോബിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിലൂടെ കയറി അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡോബിൻ്റെ പ്രോഡക്ട്സുകൾ മറ്റുള്ളവരിൽ എത്തിച്ചാൽ അവിടുന്ന് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു ഇൻകം ലഭിക്കാനുള്ള ഒരു മെത്തേഡുണ്ട്. അപ്പോൾ ഇതിനെല്ലാം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ നമ്മുടെ ഡിസൈനേഴ്സിന് നല്ല സ്കോപ്പുള്ള ഒരു ഏരിയയാണ് ഈ അഡോബിൻ്റെ അഫിലിയേറ്റ് പേജ്. അപ്പോൾ ഈ ഒരു അഫിലിയേറ്റ് പേജിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് മറ്റ് ഡീറ്റെയിൽസുകളെല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ആ പ്രോഡക്ട്സുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അഡോബിൻ്റെ പ്രോഡക്ട്സുകൾ എത്തിച്ച് നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിട്ടുള്ള തീം ഫോറസ്റ്റ് അറിയാമല്ലോ. തീം ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഡിസൈനേഴ്സിനും ലോകമെമ്പാടുമുള്ള ഡിസൈനേഴ്സിനും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് തീം ഫോറസ്റ്റ്. ഈ ഒരു എൻവാറ്റോ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഡിസൈനേഴ്സും ഇവിടെ വന്ന് ഡിസൈൻസുകൾ ഡൗൺലോഡ് ചെയ്യാൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്ലോഡുകൾ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് സെല്ലിംഗ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രോഡക്ട്സുകളെ സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ പഠിക്കുക. അതിലൊക്കെ ഉപരി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ താഴെ വന്നതിന് ശേഷം ഫൂട്ടറിലായിട്ട് ഇവിടെ ബിക്കം ആൻ അഫിലിയേറ്റ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. ഇവിടെയും ഈ ഒരു തീം ഫോറസ്റ്റിലും ഒരു അഫിലിയേറ്റ് മാർക്കറ്റ് ഒളിച്ച് കിടമ്പോൾ ആ ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു അവസരം പല ഡിസൈനേഴ്സും യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇവിടെ വന്ന ഒരു അഫിലിയേറ്റ് ലിങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഒരു എൻവാറ്റോ മാർക്കറ്റിൽ കിടക്കുന്ന ഡിസൈൻ ഫയലുകളെ മറ്റുള്ളവർക്ക് ആ ലിങ്ക് അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് സെല്ല് ചെയ്ത് എക്സ്ട്രാ ഒരു ഇൻകം ഉണ്ടാക്കാം. ഓക്കെ, അതിന് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ എൻവാറ്റോയുടെ ഈ ഒരു അഫിലിയേറ്റ് ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരോ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുക. കാര്യം ഇതിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഒളിച്ച് കിടപ്പുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലെ പല ഡിസൈനേഴ്സും ഇപ്പോൾ എൻവാറ്റോയിൽ നിന്നും പ്രോഡക്ട്സുകൾ പർച്ചേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ചില ആൾക്കാരുടെ ലിസ്റ്റുകളൊക്കെ തന്നെ നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ആ ഒരു ലിങ്ക് അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു മാർക്കറ്റ് സ്കോപ്പും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ അഫിലിയേറ്റ് മാർക്കറ്റ്സുകൾ അതുപോലെ തന്നെ മറ്റുള്ള വെബ്സൈറ്റുകൾ ഇതെല്ലാം തന്നെ നിങ്ങൾ വളരെയേറെ എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു സ്കോപ്പ് നിങ്ങൾ കണ്ടെത്തി നിങ്ങളൊരു അഫിലിയേറ്റ് മാർക്കറ്റിലൂടെയും അല്ലാതെയൊക്കെ തന്നെ ഒരു എക്സ്ട്രാ ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതെല്ലാം വെബ്സൈറ്റുകളുടെ സാന്നിധ്യത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി പേഴ്സണലായിട്ട് നമ്മുടെ ചാനലിലൂടെ കണ്ടുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് നമ്മൾ ഇതുപോലെ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയ എന്ന് പറയുന്നത് പല സീനിയേഴ്സായിട്ടുള്ള 20-25 വർഷമായിട്ട് കേരളത്തിൽ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്ന പല ആൾക്കാർക്കും ഇപ്പോൾ ജോലിയുടെ അഭാവം കൊണ്ടോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ ഒക്കെ ഇരിക്കുന്ന പല ആൾക്കാർക്കും ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഏകദേശം 10-15 ആൾക്കാരോളം കേരളത്തിൽ അവർ സ്വന്തമായിട്ട് ഒരു ടീച്ചിങ് മെത്തേഡ് നടത്തുന്നുണ്ട്. അതായത് അവരുടെ സ്വന്തം ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ തന്നെ അവരൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് അയച്ചുകൊണ്ട് കുട്ടികളെ സ്റ്റുഡൻസുകളെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ ഫോട്ടോഷോപ്പിലെയും അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്ററിലെ കോറൽ ഡ്രോയിലൊക്കെ തന്നെ നോളജുകൾ ഒരു ഫിക്സഡ് എമൗണ്ട് നിങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് കുട്ടികൾക്കും മറ്റുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇന്ന് നമുക്ക് ഇവിടെ സ്വന്തമായിട്ട് തന്നെ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാരെ നമുക്ക് ഒരുപാട് പേരെ അറിയാം. അപ്പോൾ അതൊക്കെ തന്നെ ഒരു എക്സ്ട്രാ ഇൻകം, അതായത് ഒരു പാസീവ് ഇൻകം എന്ന നിലയിൽ തുടങ്ങിക്കൊണ്ട് ഇപ്പോൾ അതൊരു വലിയ സ്വന്തമായിട്ട് തന്നെ സ്വന്തം ഒരു ബിസിനസ്സിലേക്ക് മാറിയ ആൾക്കാരെയും എനിക്കറിയാം.
അപ്പോൾ എന്തൊക്കെ പറഞ്ഞിരുന്നാൽ തന്നെയും ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു സൈഡായിട്ടുള്ള കുറച്ച് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനുള്ള, അതായത് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാനുള്ള മെത്തേഡുകൾ കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കുക, ചിന്തിക്കുക. അതൊക്കെ തന്നെ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും, നല്ലൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് പറഞ്ഞു വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ഇത്രയും കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നാൽ തന്നെ ഇവിടെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ മറ്റുള്ള ഡിസൈനേഴ്സിൻ്റെ ഇടയിലേക്കൊക്കെ തന്നെ ഇത്തരം വീഡിയോകൾ സ്പ്രെഡ് ചെയ്തുകൊണ്ട് അവരെ കൂടുതലായിട്ട് ഡിസൈനിങ് ഇൻഡസ്ട്രിയിൽ കുറച്ചും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇനി ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആകുന്ന മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.